എല്ലാവർക്കും ട്രാവൽ വൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ സ്വന്തം കുഞ്ചാക്കോ ബോബനും ബിജു മേനോനും ഒക്കെ തകർത്ത് അഭിനയിച്ച ഓർഡിനറി സിനിമ ഇറങ്ങിയപ്പോൾ മുതൽ എല്ലാവരുടെയും ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു കിടിലം പ്ലേസ് ആണ് നമ്മുടെ സ്വന്തം ഗവി. സഞ്ചാരികളുടെ സ്വപ്നമായ ഗവിയിലേക്ക് ചുരുങ്ങിയ ചെലവിൽ എങ്ങനെ പോകാമെന്നുള്ള വിവരങ്ങളും ഗവി യാത്രയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഒക്കെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ യാത്രകളൊക്കെയും ബഡ്ജറ്റ് ട്രാവൽ ആയതുകൊണ്ട് തന്നെ നമ്മുടെ സ്വന്തം ആന വണ്ടിയാണ് ഗവി യാത്രയ്ക്ക് തിരഞ്ഞെടുത്തത്. ഇത് വണ്ടിപ്പെരിയാറിൽ നിന്ന് ഗവിയിലേക്ക് തിരിയുന്ന ജംഗ്ഷനാണ്. ഇവിടെ നിന്നാൽ ഗവിയിലേക്കുള്ള KSRTC ബസ് നമുക്ക് ലഭിക്കും. ഇതാണ് നമ്മുടെ സ്വന്തം സാരഥി. കുമളിയിൽ നിന്നും പത്തനംതിട്ടയ്ക്ക് പോകുന്ന ബസ്സാണിത്. രാവിലെ 5:30ക്കും ഉച്ചയ്ക്ക് 1:20-നുമാണ് കുമളിയിൽ നിന്നും പത്തനംതിട്ടയിലേക്ക് ബസ്സുള്ളത്. ഏകദേശം 25 മിനിറ്റ് കൊണ്ട് ഈ ബസ് വണ്ടിപ്പെരിയാർ ജംഗ്ഷനിലെത്തും. 25 രൂപയാണ് വണ്ടിപ്പെരിയാറിൽ നിന്ന് ഗവിയിലേക്കുള്ള ബസ് ടിക്കറ്റ്. ചെറിയ തേയിലത്തോട്ടങ്ങളും ഗ്രാമക്കാഴ്ചകളും ഒക്കെ ആസ്വദിച്ച് ഒരു 8 കിലോമീറ്റർ യാത്ര ചെയ്ത് കഴിയുമ്പോൾ വള്ളക്കടവ് ചെക്ക് പോസ്റ്റിൽ നമുക്കെത്താം. KSRTCയിൽ പോകാൻ താല്പര്യമില്ലാത്തവർക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഈ ചെക്ക് പോസ്റ്റിൽ നിന്ന് ജംഗിൾ സഫാരി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഫോറസ്റ്റിന്റെ ബസ്സിൽ 3 മണിക്കൂർ കാട്ടിൽ കൂടി ചുറ്റിയടിച്ച് വരുന്ന സഫാരിക്ക് 275 രൂപയാണ് ഒരാൾക്ക് ചാർജ് ചെയ്യുന്നത്. രാവിലെ 6:30, 10:30, ഉച്ച കഴിഞ്ഞ് 2:30 സമയങ്ങളിലാണ് ഇവിടുന്നുള്ള ജംഗിൾ സഫാരി. പക്ഷേ മിനിമം 10 പേരെങ്കിലും ഉണ്ടെങ്കിലേ ഇവിടുന്ന് സഫാരി പോവുകയുള്ളൂ. അതിലും ഭേദം KSRTC ആണ്, കാരണം 25 രൂപയ്ക്ക് കാര്യം നടക്കും. അങ്ങനെ രജിസ്ട്രേഷനൊക്കെ ശേഷം നമ്മുടെ ചെക്ക് പോസ്റ്റ് ഓപ്പണായി. ഇനി അങ്ങോട്ട് നല്ല ഫോറസ്റ്റ് ആണ്. ഈ കാട്ടിൽ കൂടിയുള്ള യാത്ര എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ളതാണ് പ്രധാനമായിട്ടും ഗവി ആനവണ്ടി യാത്രയിലുള്ളത്. നല്ല മഴയുള്ള സമയത്താണ് ഈ പോകുന്ന വഴിയിലെ മഞ്ഞും തണുപ്പും പിന്നെ കാടിന്റെ ഫീലും ഒക്കെ നൽകുന്ന വൈബ് നമുക്ക് ആസ്വദിക്കാൻ കഴിയും. എന്നാൽ തെളിഞ്ഞ കാലാവസ്ഥയാണെങ്കിൽ ഇതാണ് ഈ കാടിന്റെ ഒരു ആംബിയൻസ്. ഈ കാടിന്റെ ഫീൽ നമുക്ക് 4 രീതിയിൽ ആസ്വദിക്കാം. ഒന്ന്, കുമളിയിൽ നിന്നും പത്തനംതിട്ടയിലേക്ക് ബസ് യാത്ര ചെയ്യാം. 208 രൂപയാണ് ടിക്കറ്റ് റേറ്റ്. ഏകദേശം 6 മണിക്കൂർ യാത്രയുണ്ട്. രണ്ടാമത്, പത്തനംതിട്ടയിൽ നിന്ന് കുമളിയിലേക്ക് ഇതേ രൂപയ്ക്ക് ഇതേ മണിക്കൂറിൽ KSRTCയിൽ യാത്ര ചെയ്യാം. മൂന്നാമത്തെ ഓപ്ഷൻ നമുക്ക് നമ്മുടെ സ്വന്തം കാറിൽ ആങ്ങമൂഴി ചെക്ക് പോസ്റ്റിൽ നിന്ന് പാസ് എടുത്ത് ഗവിയിലേക്ക് യാത്ര ചെയ്യാമെന്നുള്ളതാണ്. ഒരാൾക്ക് 80 രൂപ വെച്ച് പേ ചെയ്യണം. ഒരു ദിവസം 30 വാഹനങ്ങൾ മാത്രമേ ഗവിയിലേക്ക് കടത്തിവിടുകയുള്ളൂ. രാവിലെ 8:30-നും 11 മണിക്കും ഇടയിൽ ആങ്ങമൂഴി ചെക്ക് പോസ്റ്റിലെത്തണം. എൻട്രി പാസ് gvikakki.online.com എന്ന സൈറ്റിൽ നിന്ന് ബുക്ക് ചെയ്തെടുക്കാം. ആങ്ങമൂഴി ചെക്ക് പോസ്റ്റിൽ നിന്ന് പോന്നാൽ വള്ളക്കടവ് ചെക്ക് പോസ്റ്റിൽ കൂടി മാത്രമേ പുറത്തേക്ക് പോരാൻ പറ്റുകയുള്ളൂ. സ്വന്തം വണ്ടിയിൽ ഫാമിലിയുമായി വരുന്നവർക്ക് ഒരല്പം റിസ്ക് ആണിത്. കാരണം കാട്ടുമൃഗങ്ങളൊക്കെ ചാടി വഴിയിൽ വീണാൽ ആകെപ്പാടെ സീനാവും. അതേപോലെ തന്നെ കാടിൻ്റെ ഭംഗിയൊക്കെ ഉണ്ടെങ്കിലും 1-2 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് ബോറടിക്കും. അതുകൊണ്ട് തന്നെ നാലാമത്തെ ഓപ്ഷനായ കുമളി ഗവി യാത്ര തിരഞ്ഞെടുക്കുന്നതാണ് ബെറ്റർ. 25 രൂപയ്ക്ക് 1.5 മണിക്കൂർ കൊണ്ട് ഗവിയിലെത്തും. 1:20-ന് പോകുന്ന വണ്ടി ഏകദേശം ഒരു 3 മണിയോടുകൂടി ഗവിയിലെത്തും. പിന്നെ ഗവി സ്റ്റോപ്പിന് മുമ്പ് ഇതേപോലെ ഒരു പ്ലേസ് ഉണ്ട്. വണ്ടി ഒരു 5 മിനിറ്റ് ഇവിടെയും നിർത്തിയിടും. ഇവിടെ ഇറങ്ങി 2 ഫോട്ടോ ഒക്കെ എടുക്കാനുള്ള സൗകര്യമൊക്കെ KSRTC ഡ്രൈവർ നമുക്ക് ചെയ്തു തരും. അങ്ങനെ 1 മണിക്കൂറോളം കാടിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച ശേഷം നമുക്ക് ഗവിയാർ ഡാം സ്റ്റോപ്പിലെത്താം. ഇതാണ് ഗവിയാർ ഡാം. ചെറിയ മഴ പെയ്ത് തോർന്ന സമയത്ത് തന്നെ ചെന്നതുകൊണ്ട് ഇവിടെ എത്തിയപ്പോൾ നല്ലൊരു വൈബ് ആസ്വദിക്കാൻ പറ്റി. ഈ ഡാമിൽ കൂടി നടക്കുന്നതിന് ഒരു പോളി ഫീലാണ്. 17 മീറ്റർ ഉയരം മാത്രമേ ഉള്ളൂ ഈ ഡാമിന്. എന്നാൽ 113 മീറ്റർ നീളമുണ്ട് ഈ ഡാമിന്. ഈ ഡാമിന്റെ റിസർവോയറിൽ ബോട്ടിംഗ് ഒക്കെ നടത്താൻ സാധിക്കും. എന്നാൽ പാക്കേജ് എടുത്തവർക്ക് മാത്രമേ ഈ സൗകര്യം ലഭിക്കുകയുള്ളൂ. ഇവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് തന്നെ ഗ്രീൻ മാൻഷൻ ലോഡ്ജ് സൗകര്യമൊക്കെ ഉണ്ട്. പക്ഷേ കൊല ചാർജാണ്. 8000 രൂപയൊക്കെയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇവിടെ അക്കോമഡേഷൻ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യുന്നവർക്ക് മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. നേരത്തെ പറഞ്ഞ ബോട്ടിങ്ങും ഒക്കെ ഈ അക്കോമഡേഷൻ പാക്കേജിന്റെ ഭാഗമാണ്. ഇവിടെ തന്നെ ഈ പാക്കേജ് എടുത്തവർക്ക് മാത്രമായിട്ട് ഒരു ചെറിയ റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട്. രാത്രിയിൽ ഫോറസ്റ്റിന്റെ വൈബൊക്കെ ആസ്വദിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് മഞ്ഞുകൊണ്ട് ഗവിയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ ഇവിടെ നല്ലൊരു ഓപ്ഷനാണ്. നമ്മൾ ഓർഡിനറി സിനിമയിൽ കണ്ട വൈബൊക്കെ ഉണ്ടെങ്കിലും സിനിമയിൽ കാണുന്ന പോലെ അല്ല റിയാലിറ്റി. ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് പോലും ഇല്ല. കുമളിയിൽ നിന്നോ വണ്ടിപ്പെരിയാറിൽ നിന്നോ കഴിച്ചിട്ട് കയറിയില്ലേ നല്ല മുട്ടം പണി കിട്ടുമെന്ന് അർത്ഥം. അതേപോലെ തന്നെ ടോയ്ലറ്റ് സൗകര്യവും കാണാൻ കഴിഞ്ഞില്ല. ലേഡീസൊക്കെ ആയിട്ട് വരുന്നവർക്ക് സീനാകുമെന്ന് അർത്ഥം. പിന്നെ ഫോണിൻ്റെ റേഞ്ച് തീരെയില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ വന്നിരുന്ന് മഞ്ഞുകൊണ്ട് ഫോൺ വിളിക്കാമെന്ന് ഒരിക്കലും വിചാരിക്കരുത്. പക്ഷേ ഈ കാട്ടുവഴിയിലൂടെ നടക്കുമ്പോൾ കിട്ടുന്ന അതിഗംഭീരമാണ്. കുറച്ച് നടന്നു കഴിയുമ്പോൾ ചെറിയ ഏലകൃഷി ചെയ്യുന്ന തോട്ടങ്ങളൊക്കെ ഉണ്ട്. ഈ ആനയുടെ ശല്യമൊക്കെ ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു ചെറിയ ലൈൻ കമ്പിയൊക്കെ ഇട്ട് തോട്ടം നന്നായിട്ട് പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്. എന്നാലും ഈ കാട്ടിക്കൊണ്ട് ഏലകൃഷി ചെയ്തവരെ സമ്മതിക്കണം. പിന്നെ ഈ വഴിയിലൂടെയൊക്കെ നടന്നു പോകുമ്പോൾ സൂക്ഷിക്കണം. കാരണം പോകുന്ന വഴിയിലെ മരത്തിൽ നിറയെ കുരങ്ങന്മാരുണ്ട്. അവന്മാർ ഒരു മരത്തിൽ നിന്ന് വേറെ മരത്തിലേക്കൊക്കെ ചാടി മറിയുന്നത് കാണാം. ഇങ്ങനെ ചാടി മറിയുന്ന ഇടയ്ക്ക് നമ്മൾ താഴെ കൂടെ എങ്ങനെ പോകുന്ന സമയത്ത് നമ്മുടെ തലയിലോട്ട് അങ്ങനെ ചാടി കഴിഞ്ഞാൽ സീനാവും. പിന്നെ ഈ ഏലത്തോട്ടത്തിന്റെ മുകളിലുള്ള ചെറിയ ആൾതാമസമുള്ള വീട്ടിലെ ഈ ചേട്ടൻ ആളൊന്നിന് 10 രൂപയ്ക്ക് ഞങ്ങൾക്ക് ഓരോ കട്ടൻ കാപ്പി ഇട്ട് തന്നു.
കുമളിയിൽ നിന്നും ഗവിയിലെത്തി ഇവിടുത്തെ ലോക്കൽ ഫുഡ് എക്സ്പ്ലോർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഭക്ഷണം കഴിക്കാതെ വന്ന് ഞങ്ങൾക്ക് ഈ കട്ടൻ കാപ്പി അമൃതിന് തുല്യമായിരുന്നു. ഈ കാടിനെക്കുറിച്ചും കാട്ടാനകളെക്കുറിച്ചും ഒക്കെ ഈ ചേട്ടൻ പറയുന്ന കഥകളും ഈ കട്ടൻ കാപ്പിക്ക് ഇരട്ടി മധുരം നൽകി. ഈ ചേട്ടൻ്റെ വീടിനടുത്ത് തന്നെ ചെറിയൊരു കുളവും ഒക്കെയുണ്ട്. കട്ടൻ കാപ്പിയൊക്കെ കുടിച്ച് എനർജറ്റിക് ആയിട്ടുള്ള ഞങ്ങൾ എന്തായാലും കാടിൻ്റെ ഫീൽ ഒന്നറിയാൻ തീരുമാനിച്ചു. ഇല്ലാത്ത വഴിയൊക്കെ ഉണ്ടാക്കി കാട്ടിലേക്ക് കയറി ഈ കാട് എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു കിടുക്കാച്ച എക്സ്പീരിയൻസ് ആണ്. കുറേ സമയം ജീവൻ പണയം വെച്ച് ഞങ്ങൾ ഈ കാടിൻ്റെ ഉള്ളിലൂടെയൊക്കെ നടന്നു. എന്നാലും ചെറിയ പേടിയൊക്കെ ഉണ്ട്, കാരണം പെട്ടെന്നൊരു ആനയങ്ങാനം വന്നാൽ നമ്മുടെ പണി പാളും. ഇവിടെ ഈ കാട്ടിലെ മരത്തിൽ ഒരുപാട് പക്ഷികളൊക്കെ ഉണ്ട്. അതിൻ്റെയൊക്കെ സൗണ്ട് ക്ലിയർ ആയിട്ട് കേൾക്കാമായിരുന്നു. പിന്നെ ഒരുപാട് സമയം ഇവിടെ ചെലവഴിക്കാൻ പറ്റില്ല, കാരണം നിറയെ തോട്ടപ്പുഴുക്കൾ ഈ കാടിൻ്റെ അകത്തുണ്ട്. പിന്നെ ഏതോ മൃഗത്തിന്റെ കാൽപ്പാടും പിന്നെ ആനപ്പിണ്ടവും ഒക്കെ കണ്ടപ്പോൾ ചെറിയ അപകടം മണത്തു. അപ്പം തന്നെ കാട്ടിൽ നിന്ന് ഇറങ്ങുന്നതാണ് നല്ലതെന്ന് തോന്നി. അപ്പോഴേക്കും ചെറിയ ചാറ്റൽ മഴ വന്നു. ചെറിയ ചാറ്റൽ മഴയ്ക്കൊക്കെ ശേഷം ഗവി ബസ് സ്റ്റോപ്പിൽ വന്നപ്പോഴുള്ള കാഴ്ച പറഞ്ഞറിയിക്കാൻ കഴിയില്ല. നമ്മൾ ആദ്യം കണ്ട ഗവിയേ അല്ലായിരുന്നു അവിടെ എത്തിയപ്പോൾ. ഈ ഗവി ഒരു സ്വർഗമാണെന്ന് ആളുകൾ പറയുന്നതിൻ്റെ ഒരു കാരണം അപ്പോഴാണ് ഞങ്ങൾക്ക് ശരിക്കും മനസ്സിലായത്. ഈ മഞ്ഞിൽ കുളിച്ച ഗവി ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ടതാണ്. ചെറിയ കാറ്റും മഞ്ഞും തണുപ്പും ഗവിയെ വേറൊരു ലോകമാക്കി മാറ്റിയെന്നുള്ളതാണ് സത്യം. സത്യം പറഞ്ഞാൽ അവിടുന്ന് തിരിച്ചു പോരണമെന്നില്ലായിരുന്നു. പക്ഷേ ഏകദേശം 5 മണിയോടെ പത്തനംതിട്ടയിൽ നിന്ന് കുമളിയിലേക്കുള്ള ബസ് എത്തും. അതിന് തിരിച്ചു പോയില്ലെങ്കിൽ പെട്ടുപോകുന്നുള്ളത് കൊണ്ട് ഈ സ്വർഗം ഉപേക്ഷിച്ച് പോരേണ്ടതായിട്ട് വന്നു. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഉച്ചയ്ക്ക് പത്തനംതിട്ടയിൽ നിന്ന് കുമളിയിലേക്ക് 12:30 പോരുന്ന ബസ് ഉണ്ടോ എന്ന് വിളിച്ച് ചോദിച്ച് കൺഫേം ചെയ്തിട്ട് മാത്രം കുമളിയിൽ നിന്ന് ഗവിയിലേക്കുള്ള 1:20 ബസ്സിന് കയറുന്നതാണ് ബെറ്റർ. എന്തെങ്കിലും കാരണവശാൽ ആ ബസ് ഇല്ലാതെ വന്നാൽ തിരിച്ചു പോകാൻ പറ്റാതെ നമ്മൾ ഈ കാട്ടിനത് പെട്ടുപോകും. ഇതൊക്കെയാണ് ഗവിയിലെ പ്രധാനപ്പെട്ട കാഴ്ചകൾ. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഏത് ഓപ്ഷൻ വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അതുകൂടാതെ 1500 രൂപ നിരക്കിൽ KSRTC ഉല്ലാസ യാത്ര പാക്കേജുകളൊക്കെ ഉണ്ട്. എങ്കിലും 1 മണിക്കൂർ യാത്ര ചെയ്ത് ടു ആൻഡ് ഫ്രോ 50 രൂപ നിരക്കിൽ കാടിൻ്റെ ഭംഗി അറിഞ്ഞുള്ള ഈ ഓപ്ഷൻ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ വലിയ മടുപ്പില്ലാതെ ചുരുങ്ങിയ ചിലവിൽ ഗവിയുടെ സൗന്ദര്യം ആസ്വദിച്ച് നമുക്ക് തിരിച്ചെത്താം. പിന്നെ ഒരല്പം മഴയും മഞ്ഞും ഒക്കെ ഉള്ള സമയത്ത് വരുന്നതാണ് ബെറ്റർ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.